എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം. ഇന്ന് ആദ്യം പറയുന്നത് ഒരു നായർ യുവതിയാണ്. 25 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം വരുന്നത്. ചോതി നക്ഷത്രമാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. ഇടത്തരം ഫാമിലിയാണ്. ഇടത്തരക്കാരുടെ ആലോചന മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഈഴവ യുവതിയാണ്. 27 വയസ്സിൻ്റെ ഡിഗ്രിയാണ്. രേവതി നക്ഷത്രം. തിരുവനന്തപുരം ജില്ലയിലാണ്. അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരിടത്തരം ഫാമിലിയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 40 വയസ്സുണ്ട്. ഡൈവോഴ്സാണ്. +2 വരെ പഠിച്ചിട്ടുണ്ട്. സാധാരണക്കാരാണ്. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ്. അവർക്ക് ജാതി പ്രശ്നമില്ല. നല്ല സ്വഭാവമുള്ള, അതായത് അവരെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 30 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. ഇപ്പോൾ പുനർവിവാഹമായാലും അവർ നോക്കുന്നുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പൂരോരുട്ടാതി നക്ഷത്രം. ആലപ്പുഴ ജില്ലയിലാണ്. ഫാഷൻ ഡിസൈനറാണ് ആൾ. ബാംഗ്ലൂരാണ് ജോലി. അപ്പോൾ ബാംഗ്ലൂർ അങ്ങനെ ആ ഭാഗത്തുള്ള ആലോചനയ്ക്ക് ഒരു മുൻഗണന ഉണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 23 വയസ്സാണ്. വിശാഖം നക്ഷത്രം. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. അച്ഛൻ ഡ്രൈവറാണ്. മലപ്പുറം ജില്ലയിലാണ്. സാധാരണ ഫാമിലിയാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ്. 23 വയസ്സുണ്ട്. +2 ആണ് വിദ്യാഭ്യാസം. ട്വിൻസാണ് അവർ. തൃശ്ശൂർ ജില്ലയിലാണ്. അച്ഛന് വർക്ക്ഷോപ്പാണ്. വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തിലുള്ള ആലോചനയായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ യുവതി തന്നെയാണ്. 48 വയസ്സ്. പുനർവിവാഹമാണ്. കുട്ടികളില്ല. SLC ആണ് വിദ്യാഭ്യാസം. ടൈലറാണ്. ആലപ്പുഴ ജില്ലയിലാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആലോചനയാണ് അവർ നോക്കുന്നത്. അവർക്ക് ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളുള്ള പുനർവിവാഹം ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ്. 27 വയസ്സുണ്ട്. ഡിഗ്രിയാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. സാധാരണ ഫാമിലിയാണ്. വിശ്വകർമ്മയിൽ ഏതൊരു ആലോചനയും നോക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു SC യുവതിയാണ്. 30 വയസ്സുണ്ട്. ഡിഗ്രിയാണ്. പൂരോരുട്ടാതി നക്ഷത്രം. മലപ്പുറം ജില്ലയിലാണ്. SCയിൽ ഏത് വിഭാഗത്തിലുള്ള ആലോചന ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. 89 43 45 36 92 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 45 വയസ്സ്. പുനർവിവാഹമാണ്. അവർക്ക് കുട്ടികളുള്ള സെക്കൻഡ് മാരേജ് ആയാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. +2 ആണ്. ജാതി പ്രശ്നമില്ല. നല്ല സ്വഭാവമുള്ള ഒരാളായാൽ മതി എന്നാണ് പറയുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഇവർ കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ ഈ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചാൽ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ കഴിയും. അടുത്തത് ഒരു വിശ്വകർമ്മ യുവാവാണ്. രമേഷ് എന്നാണ് പേര്. 35 വയസ്സുണ്ട്. വയനാടാണ്. +2 ആണ് വിദ്യാഭ്യാസം. പൂരോട്ടാതി നക്ഷത്രമാണ്. ടൂറിസ്റ്റ് ഗൈഡാണ് ജോലി. ടൂറിസ്റ്റ് ഗൈഡായിട്ടാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ജാതിയൊന്നും പ്രശ്നമില്ല. നല്ലൊരു പെൺകുട്ടി ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ നമ്പർ 90 61 49 68 43 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതി. 48 വയസ്സ്. സെക്കൻഡ് മാരേജ് ആണ്. ജാതിയൊന്നും പ്രശ്നമില്ല. നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതി തന്നെയാണ്. 28 വയസ്സ്. തിരുവോണം നക്ഷത്രം. മലപ്പുറം ജില്ലയിലാണ്. സാധാരണക്കാരാണ്. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല. നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 25 03 20 08 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ